പഠിക്കാൻ വേണ്ടി വന്നതായിരിക്കും. അങ്ങനെയൊക്കെ ആയിക്കൂടെ? നമ്മളൊന്ന് മുൻവിധി എഴുതുക, അത് ചെയ്യല്ലേ. അങ്ങനെ ഒരുപാട് പാഠങ്ങൾ അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, ലൗലാ ജാഊ അലൈഹി ബിഅർബഅതി ശുഹദാ, എന്തേ 4 സാക്ഷികളെ അവർ വിസ്തരിക്കാതിരുന്നത്? മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാറുണ്ട്, തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തിൽ ഹദീസ് വരാൻ പോകുന്നു. സഫ്വാൻ ഇബ്നു മുഅത്തിൽ അസ്സഖ്വാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നന്മയല്ലാതെ എനിക്കറിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹു മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ മഹദിയാണെങ്കിൽ ഹബീബിന്റെ ഭാര്യയല്ലേ, ഹബീബിന്റെ ഭാര്യയല്ലേ. ഹബീബിന് അല്ലാഹു നന്മ മാത്രമല്ലേ തിരഞ്ഞെടുക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ സൂറത്തിൽ 26-ാമത്തെ ആയത്തിൽ വരാൻ പോകുന്നുണ്ട്, അൽ ഖബീസാതു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാതി വത്ത്വയ്യിബാതു ലിത്ത്വയ്യിബീന വത്ത്വയ്യിബൂന ലിത്ത്വയ്യിബാത്. തിന്മ ചെയ്യുന്ന ആളുകൾ, തിന്മ ചെയ്യുന്ന പെണ്ണുങ്ങൾ അവരെ യോജിക്കൂ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് നന്മ ചെയ്യുന്ന പെണ്ണുങ്ങളെ യോജിക്കൂ. അങ്ങനെയെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്വയബുൻ നാസി ഖുൽഖൻ വ ഖൽഖാ, സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും ത്വയ്യിബായ ഹബീബായ നബി തങ്ങൾക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ചാരിത്രശുദ്ധിയിൽ സംശയം തോന്നത്തക്ക ഒരു വ്യക്തിത്വത്തെ ഹബീബിന്റെ ഭാര്യയായിട്ട് അല്ലാഹു കൊടുക്കുമോ? അങ്ങനല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഹബീബ് ത്വയ്യിബാണെങ്കിൽ അവിടുത്തെ ഭാര്യ ത്വയ്യിബത്തല്ലേ? അങ്ങനെയാണല്ലോ വിചാരിക്കേണ്ടത്. അങ്ങനത്തെ ഒരു ആരോപണം നടക്കുമ്പോൾ എന്തേ 4 സാക്ഷികളെ വിസ്തരിക്കാതിരുന്നത്? 4 സാക്ഷികളെ കൊണ്ടുവരാതിരുന്നതിൽ പിന്നെ ഫഉലൈക, ഈ ആരോപണം ഉന്നയിച്ചവർ തന്നെയാണ് ഇൻദല്ലാഹി ഹുമുൽ കാദിബൂൻ, അല്ലാഹുവിന്റെ അടുത്ത് നുണയന്മാർ, കളവ് പറഞ്ഞവർ ഇവര് തന്നെയാണ്. അല്ലെങ്കിൽ അവർ തെളിയിക്കണം. 4 സാക്ഷികളെ കൊണ്ടുവരണ്ടേ? വ്യഭിചാരാരോപണത്തിന് സാക്ഷികൾ വേണം. ഒന്നുകിൽ ആ ചെയ്ത ആളുകൾ സ്വയം സമ്മതിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സാക്ഷികൾ വേണം. ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സംഭവം വിവരിക്കുന്ന ആ ഹദീസിലേക്ക് നമുക്ക് മടങ്ങാം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി വരാതെ നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞു, അംബിയാഇന്റെ ചില വിഷയങ്ങളിൽ അല്ലാഹു തആല ഉമ്മത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി വഹീനെ അല്ലാഹു തആല പിന്തിക്കും. അംബിയാഇന് ചില ഗൈബുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സമയങ്ങളിൽ അല്ലാഹു തആല മറച്ചു വെക്കും, പിന്നീട് അറിയിച്ചു കൊടുക്കും. അതിലെന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടാവും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സംഭവം വിവരിക്കല്ലേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കുകയാണ്, ഉമ്മയുടെ ഉപ്പായുടെ അടുത്തേക്ക് വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കൂടിയാലോചിക്കുകയാണ്. തങ്ങൾ ചോദിച്ചു ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട്, തങ്ങൾ ചോദിച്ചു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട്. അല്ലേ, അവിടെയാണ് നമ്മൾ ചർച്ച അവസാനിപ്പിച്ചത്. അലി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? അല്ലാഹുവിന്റെ റസൂലല്ലേ വലുത്, തങ്ങളുടെ മനസ്സെന്തിനാ വിഷമിപ്പിക്കുന്നത്? യാ റസൂലല്ലാഹ്, നബിയെ, ആയിഷ ബീവി അല്ലാത്ത എത്രയോ പെണ്ണുങ്ങൾ ഇവിടെ വേറെ ഇല്ലേ? അങ്ങേക്ക് അവരെ കല്യാണം കഴിച്ചുകൂടെ നബിയെ? എന്തിനാണ് ഈ വിഷമിച്ചങ്ങ് നിൽക്കുന്നത്? അങ്ങ് അവരെ തൊലാക്ക് ചൊല്ലിക്കോളൂ. പക്ഷേ നന്മ മാത്രമേ എനിക്ക് ആയിഷ ബീവിയെ സംബന്ധിച്ച് അറിയുള്ളൂ. പക്ഷെ അങ്ങേക്കൊരു വിഷമം വന്ന സ്ഥിതിക്ക് അങ്ങനെയാണല്ലോ. ഖദ് ഖീല മാ ഖീല ഇൻ സുദ്ഖൻ വ ഇൻ കദിബാ, قد قيل ما قيل إن صدقا وإن كذبا فما اعتذارك من قول إذا قيل. قد قيل ما قيل, എന്തായാലും അങ്ങനെ പറയപ്പെട്ടില്ലേ? ഇൻ സിദ്ഖൻ വ ഇൻ കദിബ, ആ സംഗതി നുണയാണെങ്കിലും കളവാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പോയില്ലേ? ഫമാ ഇഅ്തിദാറുക മിൻ ഖൗലിൻ ഇദാ ഖീല, ഒരു വർത്തമാനം അങ്ങനെ പറയപ്പെട്ട് കഴിഞ്ഞില്ലേ, ഇപ്പൊ എന്താ അതിനെ പറ്റി പറയാം? ആ ഒരു ചിന്തയിലാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം. പക്ഷെ അലി തങ്ങൾ പറഞ്ഞു, നബിയെ, വിവരം അറിയണമെങ്കിൽ അങ്ങയുടെ വീട്ടിന്റെ പരിചാരിക ആര് ബരീറ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചാൽ മതി. ബരീറ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചാൽ മതി. ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഹും അഹ്ലുക്, അങ്ങയുടെ കുടുംബക്കാരാണ്. ലാ നഅലമു ഇല്ലാ ഖൈറ, നന്മയല്ലാതെ നമുക്ക് അറിയില്ല നബിയെ, നന്മ മാത്രമേ നമുക്ക് അറിയുള്ളൂ.
നബി തങ്ങൾ ബരീറ ബീവി വിളിച്ചു അല്ലേ? ബരീറ ബീവി എന്താ പറഞ്ഞത്? നബിയെ, ആയിഷ ബീവിയെ കുറിച്ചോ? നന്മയല്ലാതെ ഒന്നും എനിക്കറിയില്ല നബി. ആകെ പറയാനുള്ളത് ഇല്ല അന്നഹ ഹദീസത്തു സിൻ, അല്ലേ? പ്രായം വളരെ കുറഞ്ഞ ചെറിയ പെണ്ണല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അല്ലേ? തനാമു അൻ അജീനിഹ, റൊട്ടി ഉണ്ടാക്കാൻ മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് ആയിഷ ബീവി പോയി കിടന്നുറങ്ങും, ഉറങ്ങിപ്പോകും. അങ്ങനെ വന്നിട്ട് ദാജിൻ എന്ന ആ വാക്കർത്ഥം വീട്ടിൽ ഇണങ്ങിക്കഴിയുന്ന ആട് എന്നാണ് ആ വാക്കിനർത്ഥം. പുറത്തൊന്നും പോയി മേയൂല, വീട്ടിലതൊക്കെ തിന്നു കഴിയുന്ന ആടും കുട്ടീന്നാണ്. അതുപോലെയുള്ള മറ്റ് ചെറിയ ജീവികൾ അവിടെ അങ്ങനത്തെ ആട് വന്നിട്ട് തിന്നങ്ങനെ പോകും. പിന്നെ റൊട്ടി ഉണ്ടാക്കാൻ എഴുന്നേറ്റ് വെക്കുമ്പോ മാവൊക്കെ ആട് തിന്നു പോയിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു പാവം ഒരു ചെറിയ പെണ്ണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതല്ല, അങ്ങനെ ഒരു ഗഫലത്തുണ്ട് എന്നല്ലാതെ മറ്റൊന്നും ഒരു കുഴപ്പവും ആയിഷ ബീവിയിൽ ഞാൻ കണ്ടിട്ടില്ല നബിയേ എന്ന് ബരീറ റളിയല്ലാഹു അൻഹ. സുബ്ഹാനല്ലാഹ്. എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് അഭിപ്രായങ്ങൾ കേട്ടു. രണ്ട് വിശ്വസിച്ചില്ല. ഹബീബായ നബി തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തെറ്റിദ്ധരിച്ചിട്ടില്ല. പക്ഷേ തവഖഫ, ശരി എന്താണെന്ന് അല്ലാഹു ഇതിന്റെ സത്യാവസ്ഥ തെളിയിച്ചു തരട്ടെ. അങ്ങനെയാണല്ലോ, ഒരാളെ വെറുതെ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. പക്ഷേ സത്യാവസ്ഥ തെളിയിക്കപ്പെടണം. ഇവിടെ ആരോപിക്കപ്പെടുന്നത് ഗുരുതരമായൊരു വിഷയമാണ്. കൂടി ആലോചിച്ചു. ഹബീബായ നബി തങ്ങൾ ഇനി എന്ത് ചെയ്യുന്നു? തങ്ങൾക്ക് വേദനയുണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന ദുഷ്ടനായ മനുഷ്യൻ ഹബീബിന്റെ മനസ്സ് വേദനിപ്പിക്കുവാൻ വേണ്ടിയാണ് തന്റെ ഭാര്യയെ ചുറ്റിപ്പിണക്കി ഹബീബായ നബി തങ്ങളെ വേദനിപ്പിക്കാൻ ഇങ്ങനെ ഒരു കള്ളക്കഥയുണ്ടാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ എഴുന്നേറ്റ് നിന്നു. യാ മഅ്ശറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ, നബി തങ്ങൾ ഉമ്മത്തിനോട് വിഷയം ഏൽപ്പിക്കുകയാണ്. എന്താണ് വിഷയം? മൻ യഅ്ദുറുനി മിൻ റജുലിൻ ഖദ് ബലഗനി അദാഹു ഫീ അഹ്ലി, എന്റെ ഭാര്യയെ സംബന്ധിച്ച് പോലും ദുരാരോപണം ചെയ്ത് എന്നെ വേദനിപ്പിച്ച ഒരു മനുഷ്യനെ എനിക്ക് വേണ്ടി ആ മനുഷ്യനോട് പ്രതികാരം ചെയ്യാൻ ആർക്ക് സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. ഉദ്ദേശിച്ചതാരാ? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെയാണ്. ആര് ചെയ്യും ഇത്? വലിയ പ്രമാണിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, ഖസറജ് ഗോത്രക്കാരനാണ്. അപ്പോൾ എഴുന്നേറ്റ് നിന്നു മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഔസ് ഗോത്രക്കാരൻ. രണ്ട് ട്രൈബുകളെന്ന് മദീനത്തുള്ളൂ. ഒന്ന് ഔസ്, മറ്റൊന്ന് ഖസറജ്. അതാണ് ബലമുള്ള കബീലകൾ. ബാക്കിയൊക്കെ ചെറിയ ചെറിയ ഫാമിലികളാണ്. പക്ഷെ രണ്ട് വലിയ ട്രൈബ് എന്ന് പറയുന്ന ഔസ്, മറ്റൊന്ന് ഖസറജ്. ഔസ് ഗോത്രം, ഖസറജ് ഗോത്രം. ഈ മുനാഫിക്കായ മനുഷ്യനാണെങ്കിലോ ഖസറജ് ഗോത്രക്കാരനാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന ദുഷ്ടനായ മനുഷ്യൻ. ആ സമയത്ത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, രണ്ട് ഗോത്രത്തിന്റെ നേതാക്കന്മാരുടെ പേര് സഅദാണ്, അല്ലേ? ഒന്ന് ഔസ് ഗോത്രത്തിന്റെ നേതാവ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ഖസറജ് ഗോത്രത്തിന്റെ നേതാവ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു. രണ്ട് മഹാന്മാരായ സ്വഹാബികളാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അന അഅ്ദുറുക മിൻഹു യാ റസൂലല്ലാഹ്, അങ്ങയെ വേദനിപ്പിച്ച ഒരു മനുഷ്യനിൽ നിന്ന് അങ്ങേക്ക് ആശ്വാസം തരാൻ ഞാൻ ഒരുക്കമാണ് നബിയേ. പറയാ, അയാളെ ഞാൻ വകവരുത്തിക്കോളാം റസൂലേ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ വധിക്കാൻ തയ്യാറാണെന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇൻ കാന മിനൽ ഔസി ദറബ്നാ ഉനുഖഹ്, ഞങ്ങളുടെ ഗോത്രക്കാരനാണ് അങ്ങ് ഈ പറഞ്ഞ മനുഷ്യനെങ്കിൽ. നബി തങ്ങൾ പേര് പറഞ്ഞിട്ടില്ല. എന്നെ വേദനിപ്പിച്ച ഒരാൾ, എന്റെ കുടുംബത്തെ പറഞ്ഞ് എന്നെ വേദനിപ്പിച്ച ആൾ. നബിയെ, ആ മനുഷ്യൻ ഔസ് ഗോത്രക്കാരനാണെങ്കിൽ അയാളുടെ കഴുത്ത് ഞങ്ങൾ വെട്ടും നബിയെ. കാരണം തങ്ങൾക്കറിയാം ഇയാൾ അവിശ്വാസിയാണെന്ന്. ആര്? ഈ ദുഷ്ടനായ മുനാഫിക്കാണെന്ന് തങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ എന്ത് കഠിനമായ ശിക്ഷയും അർഹിക്കുന്ന അപവാദമാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പറഞ്ഞു, ഔസ് ഗോത്രത്തിലാണെങ്കിൽ നബിയെ ഒന്നും ചിന്തിക്കണ്ട, ഞങ്ങളുടെ ഗോത്രല്ലേ, ഞങ്ങൾ അയാളെ കഥ കഴിക്കും. വഇൻ കാന മിൻ ഇഖ്വാനിനാ മിനൽ ഖസറജ്, ഒരു തർക്കം നടക്കാൻ പോവാണ് ഇപ്പോ. ഞങ്ങളുടെ സഹോദര കുടുംബമായ ഖസറജ് ഗോത്രത്തിലാണ്, ഖസറജ് ഗോത്രത്തിൽപ്പെട്ട ആളാണ് ഇദ്ദേഹമെങ്കിൽ അമർത്തന, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചാൽ ഫഫഅൽനാ അംറക്,
അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് കൊല്ലും നബി, അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ ആലോചിക്കുന്ന വേണ്ട, ഞങ്ങളത് ചെയ്തു കഴിഞ്ഞു. അതല്ല, ഞങ്ങളുടെ സഹോദര കുടുംബത്തിലാണെങ്കിൽ പോലും ഞങ്ങൾ അവിടെ ചെന്ന് ചെയ്യും, തങ്ങൾ ഒരു അനുവാദം തന്നാൽ മതി എന്ന് പറയും. തങ്ങൾ പറഞ്ഞപ്പോ അറബികൾക്ക് ഈ കുടുംബ മഹിമ എന്ന് പറഞ്ഞത് വലിയ സംഭവമാണല്ലോ. സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. സ്വാലിഹായ മനുഷ്യനാണ്. അന്നത്തെ സുബ്ഹാനല്ലാഹ്, അന്നത്തെ മദീനയിലെ ഔസ് ഖസ്റജ് ഗോത്രങ്ങളുടെ നേതൃത്വം കൊടുക്കുന്ന രണ്ട് മഹാന്മാരാണ്, രണ്ട് സഅദുമാർ റളിയല്ലാഹു അൻഹുമാ. പക്ഷേ ഇങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങളുടെ അയൽപക്കത്തെ തറവാട്ടിലാണെങ്കിൽ പോലും ഞങ്ങൾ ചെയ്യും നബിയെ, ഞങ്ങളുടെ തറവാടിനെ പറ്റി നിങ്ങൾ പറയണോ എന്ന ഒരു ഹമിയത്ത് ഇങ്ങോട്ട് പുറത്തു വന്നു. അവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ, ഇസ്ലാമിലേക്ക് അടുത്തെത്തിയിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കദബത അല്ലാഹുവിനെ തന്നെ സത്യം, ഞങ്ങളുടെ കുടുംബത്തിലെ ആളെ നിങ്ങൾ വന്ന് കൊല്ലൂല, അയാളെ കൊല്ലാൻ നിങ്ങൾക്ക് കഴിയുകയും ഇല്ല എന്ന് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ബഹുമാനപ്പെട്ടവർ ഉദ്ദേശിച്ചത് എന്താ? ഞങ്ങൾ വന്നോളാം, നിങ്ങൾ വന്ന് ഞങ്ങളുടെ കുടുംബത്തെ കൊല്ലണ്ട, അത് ഞങ്ങൾക്ക് അഭിമാനത്തിന്റെ പ്രശ്നം, അത് ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന ഒരു സ്വരം ജാഹിലിയ്യ കാലത്ത് അങ്ങനെയല്ലേ. തങ്ങൾ പറഞ്ഞു, എന്റെ കാലശേഷം, ഇസ്ലാമിന്റെ കാലശേഷം എന്നും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ പോകുന്ന അറബ് സമൂഹത്തിലെ മോശമായ രണ്ട് സ്വഭാവങ്ങൾ, ഒന്ന് ഇതാണ്, അഭിമാനം പറഞ്ഞിട്ട് നടക്കും, മറ്റൊന്ന് തറവാടിത്തം പറഞ്ഞ് നടക്കും. ഇത് ഖിയാമം വരെ നിലനിൽക്കുകയുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നുണ്ട്. തറവാട് പറഞ്ഞുകൊണ്ടാണ്, പേരിലൊക്കെ അറിയാം, ആ തറവാടാണെങ്കിൽ ഇങ്ങനെയാണ്, അത് ഈ ഫാമിലിക്കാരാണ് ഇങ്ങനെ. ഈ ഫാമിലി എന്ന ഈ ഫാമിലി സ്റ്റാറ്റസ് അത് ജാഹിലിയ്യ കാലം മുതലേ അവർ കൊണ്ടുപോരുന്ന ഒരു ആചാരമാണ്. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞപ്പോ മറ്റൊരാൾ എഴുന്നേറ്റ് നിന്നു. ഫഖാമ, സുബ്ഹാനല്ലാഹ്. അങ്ങനെ വന്നപ്പോ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു, ഔസ് ഗോത്രത്തിലെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇബ്നു അമ്മാൻ, അവരുടെ കസിനാണ്. ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റ് നിന്നു. ആർക്ക് മറുപടി പറയാൻ? ഇപ്പറഞ്ഞ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിനെ എന്താ പറഞ്ഞത്? ഖദബത ലഅംറുല്ലാഹ്, നുണയാ നിങ്ങൾ പറയും, ഞങ്ങൾ പോയിട്ട് കൊല്ലും അദ്ദേഹത്തെ. ഫഇന്നക മുനാഫിഖുൻ തുജാദിലു അനിൽ മുനാഫിഖീൻ, കപട വിശ്വാസികൾക്ക് സംരക്ഷണം കൊടുക്കുകയാണോ? ഞങ്ങളുടെ നബിയെ, ഹബീബായ നബി തങ്ങൾ ചീത്ത പറഞ്ഞ ആളെ ഞങ്ങളെ കൊല്ലാൻ വിടൂലാന്നോ? ഞങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് തടുക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ വഹുവ ഖായിമുൻ അലൽ മിമ്പർ, മിമ്പറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തർക്കം നടന്നു. പടച്ചോനെ, അവിടെ ഒരു യുദ്ധത്തിന്റെ രണ്ട് ഗോത്രക്കാരും തമ്മിൽ ഒരു യുദ്ധത്തിന്റെ വക്കോളമെത്തി. ഹത്താ ഹമ്മു അൻ യഖതതിലു വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമുൻ അലൽ മിമ്പർ, നബി തങ്ങൾ മിമ്പറിൽ നിൽക്കുകയാണ്. ഇവർ തമ്മിൽ ഒരു തർക്കം തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഖഫിദുഹും, മിണ്ടാതിരിക്കുക, നിങ്ങൾ സൈലന്റ് ആവണം. ഹത്താ സഖതു, നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു മിണ്ടാതെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾ തർക്കിക്കല്ലേ, ആയിക്കോട്ടെ, നിങ്ങൾ റെഡിയാണ് അല്ലേ, ആയിക്കോട്ടെ. തങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ, ഒന്നും ചെയ്യാനൊന്നും പറഞ്ഞില്ല. ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അപ്പോഴും തീരുമാനമായില്ലല്ലോ എന്റെ വിഷയത്തിൽ, ഞാൻ കരയുകയാണ്. ബഖൈതു യൗമി ദാലിക, അന്നത്തെ ദിവസം ഞാൻ കരഞ്ഞു. ലാ യർഖഉ ലീ ദംഉൻ വലാ അക്തഹിലു ബി നൗമിൻ, എനിക്ക് ഉറക്കം വരുന്നില്ല, കണ്ണുനീരോ നിൽക്കുന്നുമില്ല. എന്റെ ഉമ്മയും വാപ്പയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമ്മു റുമാൻ റളിയല്ലാഹു അൻഹയും അവർ പിന്നീട് മുസ്ലിമായവരാണ്. മഹദിയും രണ്ടുപേരും വിചാരിച്ചു, അന്നൽ ബുകാ ഫാലിഖു കബിദി, കരഞ്ഞ് എന്റെ കരളിന് പോലും അസുഖം വന്നു പോകുമോ എന്ന് എന്റെ ഉമ്മയും വാപ്പയും പേടിച്ചു പോയി. അത്ര കരഞ്ഞു. സങ്കടല്ലേ, വിഷമമല്ലേ? അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന നേരത്ത് അൻസ്വാരികളിൽപ്പെട്ട ഒരു പെണ്ണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അൻസ്വാരികളിൽപ്പെട്ട ഒരു പെണ്ണ്, മദീനയിലാണ്, മദീനത്തെ പെണ്ണുങ്ങൾ അൻസ്വാരികളാണ്. അങ്ങനത്തെ ഒരു പെണ്ണ് വന്നു. അവര് എന്റെ അടുത്ത് വന്നിരുന്നു, എന്നെ കെട്ടിപ്പിടിച്ച് അവരും അങ്ങ് കരയാൻ തുടങ്ങി. വിഷമായി, എന്ത് ചെയ്യും?
അല്ലാഹുവിന്റെ ഹബീബിന് തീരുമാനമെടുത്തില്ല നബി തങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ദഖല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നു. ഫസല്ലമ, തങ്ങൾ സലാം പറഞ്ഞു, ആയിഷ ബീവിയോട് സലാം പറഞ്ഞു. സുമ്മ ജലസ്, തങ്ങൾ അവിടെ ഇരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വലം യജ്ലിസ് ഇൻദി മുൻദു മാ ഖീല മാ ഖീൽ, ഈ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ കേട്ടത് മുതൽ എന്റെ അടുത്ത് തങ്ങൾ ഇരുന്നിരുന്നില്ല. വന്നു പോകും, കൈഫതീക്കും, എന്താണ് ആയിഷ, എന്താ വിവരങ്ങൾ എന്ന് ചോദിച്ചു പോകും എന്നല്ലാതെ എന്റെ അടുത്ത് ഇരുന്നിട്ടില്ലായിരുന്നു. ഇന്ന് വന്ന് ഇരുന്നു. വഖദ് ലബിത ശഹ്റൻ ലാ യൂഹാ ഇലൈഹി ഫീ ശഅനി ശൈ, ഒരു മാസമായി നബി തങ്ങൾക്ക് എന്റെ വിഷയത്തിൽ ഒരു വഹയും വരുന്നില്ല. എന്താണ് ഇതിന്റെ വിഷയമെന്ന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വരുന്നില്ല. ഫതശഹദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് ചൊല്ലും. എന്നിട്ടേ തങ്ങൾ ഒരു വിഷയം പറയും. തങ്ങളുടെ ഏതൊരു സംസാരത്തിന്റെ ഈ തുടക്കം അങ്ങനെയാണ്. തങ്ങൾ അങ്ങനെ പറയും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, തങ്ങൾ പറയും മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കണത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. തങ്ങളും ഷഹാദത്ത് അങ്ങനെ പറയാം. തങ്ങളും അത്തഹിയാത്തിൽ അതിനെ പറയാം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ മുഹമ്മദ് ആരാണോ ഈ പറയുന്നത്, ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തങ്ങൾ നബിയാണെന്ന് തങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഇരിക്കട്ടെ, തങ്ങൾ ഷഹാദത്തൊക്കെ ചൊല്ലി എന്നിട്ട് പറഞ്ഞു, ഇനി ശ്രദ്ധിക്കുക, ആയിഷ ബീവിയോട് കാര്യം ചോദിക്കണ്ടേ? ആയിഷ ബീവിയോട് വിഷയം അന്വേഷിക്കുകയാണ്. തങ്ങൾ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മാ ബഅദ്, സ്വലാത്തും സലാമും കഴിഞ്ഞിട്ട് തങ്ങൾ ചോദിച്ചു, യാ ആയിഷ, അല്ലയോ ആയിഷ, ഫഇന്നഹു ഖദ് ബലഗനി അൻകി കദാ വകദാ, ഇന്നാലിന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായി എന്ന് നിന്നെ സംബന്ധിച്ച് ഞാൻ കേൾക്കുന്നു. നീ നിരപരാധിയാണെങ്കിൽ അല്ലാഹു നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കും. നിങ്ങൾ നിരപരാധിയാണെങ്കിൽ അല്ലാഹു നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുക തന്നെ ചെയ്യും. നോക്കണം, ഏതെങ്കിലും ഒരു തെറ്റ് ആയിഷ നിങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഒഴിവാക്കുന്നല്ലേ പറയണത്, എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ആയിഷ, നിങ്ങൾ തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? അങ്ങനെയല്ലേ നമ്മൾ കാര്യങ്ങളെ സമീപിക്കേണ്ടത്? എന്തൊരു മനോഹരമായ രീതിയാണ് ഇതല്ലേ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. എന്താണ് പറഞ്ഞതിനർത്ഥം? തങ്ങൾ എങ്ങനെ പ്രശ്നങ്ങളെ സമീപിച്ചു, അതിലാണ് നിങ്ങൾക്ക് ബറക്കത്തുണ്ടാവുക, അതിലെ ഖൈർ ഉണ്ടാവുകയുള്ളൂ. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, കുടുംബജീവിതം, എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്ന നാട്ടിൽ, എന്തെല്ലാം പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഗൾഫുകാരായ ആളുകൾ അവരുടെ കുടുംബങ്ങളെ ബന്ധപ്പെടുത്തി എന്തെല്ലാം, എന്തൊക്കെ. അല്ലാഹു എല്ലാ ഫിത്നയിൽ നിന്ന് ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തെങ്കിലും സംഭവിച്ചു, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾക്ക് വഴങ്ങി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ഒരാൾക്ക് ത്വലാഖ് ചൊല്ലൽ നിർബന്ധമുണ്ടോ? ഇല്ല. നമ്മൾ ഈ സൂറത്തിന്റെ ആദ്യ ഭാഗം പഠിച്ചപ്പോൾ വിഷയം മനസ്സിലാക്കിയിട്ടുണ്ട്. വ്യഭിചാരം തന്നെ നടന്നാൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബി ഒന്ന് പറഞ്ഞില്ലേ? എന്താ സ്വഹാബി പറഞ്ഞത്? നബിയെ, എന്റെ ഭാര്യ ലാ തറുദ്ദു യദലാമിസിൻ, നബിയെ ഒരാൾ തൊട്ടാലും പോലെ കൈ എന്റെ പെണ്ണ് തടുക്കൂല, അങ്ങനത്തെ പെണ്ണാണ് എന്റെ പെണ്ണ് നബിയെ. ആര് വിളിച്ചാലും അവള് പോകുന്നു. നബി തങ്ങൾ പറഞ്ഞു, നീ അവളെ തലാഖ് ചൊല്ലിക്കോ. നബിയെ, ഇന്നി ഉഹിബ്ബുഹ, എനിക്ക് അവളോട് വല്ലാത്ത പിരിശമാണ്, എനിക്ക് അവളോട് വല്ലാത്ത സ്നേഹം. എന്നാൽ നീ തലാഖില്ലണ്ട, കുഴപ്പമില്ല, പ്രശ്നം തീർന്നില്ലേ? ആ ഹദീസിൽ നിന്നാണ് മഹാന്മാർ പറയുന്നത്, സ്വന്തം ഭാര്യയിൽ തെറ്റുണ്ടെങ്കിൽ അവൾക്ക് പശ്ചാത്തപിക്കാൻ അവസരം കൊടുക്കുക, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറ. നമ്മളാണ് അങ്ങനെ ഒരു വിഷയത്തിൽ ഇടപെട്ടത്, നമ്മൾക്കാണ്, പുരുഷന്മാർക്കാണ് സംഭവിച്ചതെന്ന് വിചാരിക്കുക. നമ്മൾ എന്താ ചിന്തിക്കുക? സമയത്ത് മനുഷ്യന്മാരല്ലേ, തെറ്റുകൾ സംഭവിക്കുന്ന മാനുഷികമാണ് അല്ലേ? വ്യഭിചാരം തന്നെ ആവണമെന്ന് വേറെന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ആ വിഷയത്തിൽ ആളുകൾ നമ്മളെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുക? ആളുകൾ നമ്മളെ ബ്ലെയിം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതല്ല. ആളുകൾ ഇതൊന്നും പറയാതിരുന്നാൽ, ഞാൻ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി എന്റെ അഭിമാനം കിട്ടിയാൽ മതി, ഇതൊരു മനുഷ്യൻ ആഗ്രഹിക്കൂലേ?
ഈ സ്വഭാവം, ഇങ്ങനെ ഒരു ചിന്ത എല്ലാ മനുഷ്യർക്കും ഉള്ളതല്ലേ? അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വിഷയമെത്തിയാൽ അവിടെ നിയമ ശിക്ഷയുണ്ട്. പക്ഷേ മനുഷ്യനെ പുറത്തു കൊടുക്കാൻ പഠിക്കണം, ക്ഷമിച്ചു കൊടുക്കാൻ പഠിക്കണം. എന്തിന്? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ അവസരം കൊടുക്കണം. ഒരുപക്ഷേ അങ്ങനെ ഒരു തിന്മയുടെ പേരിൽ ഒരു പെണ്ണിനെ വഴിയിറക്കി വിട്ടാൽ, ഒരുപക്ഷേ നാളെ ഇവൾ ജീവിതകാലം മുഴുവനും ഒരു അഭിസാരികയെ പോലെ ജീവിച്ചാൽ, അവൾ ചിന്തിച്ചു ഞാൻ ഇനി ഏതായാലും ഇങ്ങനെ തന്നെ ആയില്ലേ, ഇനി എന്റെ ശിഷ്ടകാലം ഇങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ചിന്തിച്ചാൽ അതിന്റെ ഉത്തരവാദി ആരാണ്? നേരെ മറിച്ച് അതൊക്കെ അതിന്റെ എക്സ്ട്രീം സീക്രസിയിൽ, വളരെ സ്വകാര്യതയിൽ ആ വിഷയങ്ങളെ സമീപിച്ച് പശ്ചാത്തപിക്കാൻ അവസരം കൊടുക്ക്. അവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്ക്. ചെയ്തു പോയ തെറ്റിന്റെ ഗൗരവം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്ക്. എന്നിട്ട് നമ്മൾ അവരെ ക്ഷമിച്ചു കൊണ്ടു നടന്നാൽ അതിന് അള്ളാഹു വല്ലാത്ത കൂലി തരും മുഅ്മിനെ. അതിന് അള്ളാഹു വല്ലാത്ത പ്രതിഫലം തരും. അതിന്റെ അർത്ഥം തിന്മകൾ സംഭവിക്കും നമ്മൾ മൂടി വെക്കണമെന്നല്ല ഈ പറയുന്നത്. തിന്മകളെ നമ്മൾ കണ്ണടച്ച് നിഷേധിക്കണമെന്നുമല്ല ഈ പറയുന്നത്. നേരെ മറിച്ച് വിഷയം സമീപിക്കുമ്പോ പുറത്തു കൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കുക എന്ന ആ ഒരു സൽക്കർമ്മം, ക്ഷമിക്കുക എന്ന വലിയ ഒരു മുഅ്മിനിന്റെ ഗുണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലേ? ക്ഷമിക്കുന്നവരോടൊപ്പമല്ലേ അല്ലാഹു ഉള്ളത്? നമ്മൾ മഹാനായ നാബുലുസി തങ്ങൾ ഉദ്ധരിച്ച ആ ഒരു സംഭവം ഉദ്ധരിച്ചില്ലേ? ഒരു ചെറുപ്പക്കാരന് സ്വർഗ്ഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്ന ദർശനം വഴി പറഞ്ഞു കൊടുത്തത്. ആ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അല്ലേ? ഗർഭിണിയായ ഒരു പെണ്ണിന് സ്വന്തം ഭാര്യ ഗർഭിണിയാണ് വിവാഹം ചെയ്യുന്ന സമയത്ത്, എന്നിട്ട് ഇയാൾ മറച്ചു വെച്ചു, ആരോടും പറഞ്ഞില്ല. അതിന്റെ പേരിൽ അല്ലാഹു ആ വിഷയം ഇഷ്ടപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവിയോട് തങ്ങൾ പറയുകയാണ്, ആയിഷ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നിരപരാധിത്വം അല്ലാഹു തെളിയിക്കും. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുമോളെ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് നിങ്ങൾ മടങ്ങണം. ഇത് പറയുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വയസ്സ് എത്രയാണ്? ഒരു ടീനേജറാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. മനസ്സിലാക്കണം, 14 15 വയസ്സുള്ള സമയമാണിത്. ആ പ്രായത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് കാര്യങ്ങളെ ഗൗരവത്തോടുകൂടെ സമീപിച്ചുകൊണ്ട് പറയുന്നത്, ആയിഷ ബീവി നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറയുന്നത്? ഫഇന്നൽ അബ്ദ്, തീർച്ചയായും അല്ലാഹുവിന്റെ ഒരു ദാസൻ, നമ്മളൊക്കെ ഇദാ അതറഫ ബിദംബിൻ, ചെയ്തു പോയ തെറ്റ് സമ്മതിക്കുകയും എന്നിട്ട് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്താൽ താബല്ലാഹു അലൈഹി, അല്ലാഹു ആ പശ്ചാത്താപം സ്വീകരിക്കും. ആയിഷ, ലേ 100 ആളെ കൊന്ന ആൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ലേ? ഇല്ലേ? അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങി. ഖാലത്ത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഇദങ്ങ് റസൂലുള്ളാഹി പറഞ്ഞത് എനിക്ക് വല്ലാത്ത സന്തോഷായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിരപരാധിയാണ്. വഹദി പറയാണ്, فلما قضى رسول الله صلى الله عليه وسلم مقالته, തങ്ങൾ അവരുടെ വാക്കുകൾ പറഞ്ഞു തീർത്ത് കഴിഞ്ഞ നേരത്തെ ഖലസ ദംഇ, എൻ്റെ കണ്ണുനീരങ്ങട്ട് വറ്റിപ്പോയി. എന്റെ കണ്ണുനീരങ്ങൾ വറ്റി. ഹത്താ മാ ഉഹിസ്സു മിൻഹു ഖത്ര, പിന്നെ ഒരു കണ്ണുനീര് പോലും ഒരു തുള്ളി കണ്ണുനീര് പോലും എന്റെ കണ്ണിലില്ല. ഭയങ്കര സന്തോഷമായി. ഞാൻ എന്റെ വാപ്പയോട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എന്താ പറഞ്ഞത്? അജിബ് അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ എന്റെ മറുപടി വാപ്പ പറഞ്ഞു കൊടുക്കി അല്ലാഹുവിന്റെ റസൂലിനെ. എന്താ പറയേണ്ടത്? ആയിഷ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്തു മടങ്ങി. നിങ്ങൾ നിരപരാധിയാണെങ്കിൽ അല്ലാഹു നിങ്ങൾ നിരപരാധിത്വം തെളിയിക്കും. വാപ്പ സിദ്ദീഖ് എന്നവരെ, വാപ്പ നിങ്ങൾ മറുപടി കൊടുക്കി അല്ലാഹുവിന്റെ റസൂൽ, എനിക്ക് വേണ്ടി വാപ്പ മറുപടി പറയണം എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വാപ്പയോട് പറഞ്ഞു. മുതിർന്ന ആളുകൾ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി മാ അദ്രി മാ അഖൂലു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ എന്ത് പറയും മോളെ? വാപ്പാക്ക് മറുപടി ഇല്ല. ഫഖുൽതു ലിഉമ്മി, ഉമ്മു റൂമാൻ, എൻ്റെ ഉമ്മ ഉമ്മു റൂമാൻ എന്നവരോട് പറഞ്ഞു, അജീബി അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മ എനിക്ക് വേണ്ടി അങ്ങ് മറുപടി പറഞ്ഞു കൊടുക്കി നബി തങ്ങളോട്. എൻ്റെ ഭാഗം നിന്ന് എൻ്റെ ഭാഗം അങ്ങ് ഉമ്മ അങ്ങ് സംസാരിക്കി, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന്. ഉമ്മയും പറഞ്ഞു, മാ അദ്രി മാ അഖൂലു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയും പറഞ്ഞു, എനിക്ക് മറുപടി ഇല്ല മോളെ, എനിക്ക് പറയാൻ കഴിയില്ല. മോൾ എന്നെ പറഞ്ഞു. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്താണ് പറഞ്ഞ വാക്ക്? സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വാക്ക്.
എന്താ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്? അവര് പറഞ്ഞു ഞാനൊരു പെൺകുട്ടിയല്ലേ, വളരെ പ്രായം കുറഞ്ഞ ഒരു പെണ്ണല്ലേ. ഇതൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് ഉദ്ധരിച്ച് പറഞ്ഞുതരാണ്. അപ്പൊ പറഞ്ഞു, ഞാനൊരു പെൺകുട്ടിയാണ്, വളരെ പ്രായം ചെറിയ ഒരു ചെറുപ്പക്കാരി പെണ്ണാണ്. എന്നിട്ട് പറഞ്ഞു, ലാ അഹ്ഫദു കസീറൻ മിനൽ ഖുർആൻ, ഒരുപാട് ഖുർആൻ ഒന്നും എനിക്ക് മനപ്പാഠമില്ല. ആ ഒരു എളിമത്തരം, ഒരു താഴ്മ നോക്കണം. ഖുർആൻ ഒന്നും എനിക്ക് കുറെ ഹിഫ്ളൊന്നുമില്ല, ഞാനൊരു ചെറിയ പെണ്ണല്ലേ. ഞാൻ പറഞ്ഞു, വല്ലാഹി ലഖദ് അറഫ്ത, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നോക്കണം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിലേക്ക് വിഷയം ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലു ഈ വിഷയത്തിൽ ഇടപെടണം, അല്ലാഹു ഇടപെടണം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നിയ്യത്ത് ചെയ്തു വെച്ചിരിക്കുകയാണ്. അല്ലാഹുവിലേക്ക് വിഷയം വിട്ടിരിക്കുകയാണ്. അവരെന്താ പറഞ്ഞത്? അന്ന് ഒട്ടകപ്പുറത്ത് കയറിയപ്പോൾ തന്നെ പറഞ്ഞത്, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, എന്റെ വിഷയം ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിഷയത്തിൽ ഇടപെട്ടാൽ അത് മുഅ്മിനിന്റെ ഖൈറാണ്. അല്ലാഹുവിനെ ഇടപെടുകയാണ്. നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൂടെ? നമ്മുടെ പ്രശ്നങ്ങൾക്ക് അല്ലാഹുവേ നീ പരിഹാരം താ പടച്ചവനെ, നീ ഈ വിഷയത്തിൽ ഇടപെടവടച്ചവനെ എന്ന് അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിഷയം എളുപ്പമാക്കി തരും. ആയിഷ ബീവി പറഞ്ഞു, വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, ലഖദ് അറഫ്തു, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അന്നകും ഖദ് സമിഅതും ബിഹാദൽ ഹദീസ്, എന്തൊക്കെയോ ആളുകൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നും, ഹത്തസ്തഖറ ഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിലേക്ക് അത് ആണ്ടുപൂണ്ട് കിടക്കുന്നുണ്ടെന്നും, വസദ്ദഖതും ബിഹി, നിങ്ങളിൽ പലരും അത് വിശ്വസിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. തുടക്കം പറഞ്ഞു. ഇനി നോക്കണം, എന്താണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഫതാനത്ത്, അവരുടെ ബുദ്ധി നോക്കണം. ചെറിയ പ്രായം, അതാണ് മഹാന്മാരായ മുഹദ്ദിസീങ്ങളൊക്കെ പറയാ, പ്രായം കൊണ്ട് ചെറുപ്പമാണെങ്കിലും ബുദ്ധി കൊണ്ട് അങ്ങേയറ്റം ബുദ്ധിപൂർമ്മതയുള്ള മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവർ പറഞ്ഞ വാക്ക് നോക്കൂ, വലഇൻ ഖുൽതു ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നിരിക്കട്ടെ, ഇന്നി ബരീഅ, ഞാൻ നിരപരാധിയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, വല്ലാഹു യഅലമു അന്നി ബരീഅ, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹുവിനറിയാം. ആ നിരപരാധിത്വം ഞാൻ പറഞ്ഞാൽ ലാ തുസദ്ദിഖൂനനി ബിദാലിക്, നിങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ കേട്ടാ പിന്നെ അത് ഉണ്ട് തന്നെ തെളിയണം, നമുക്ക് അപ്പോഴേ സമാധാനാവുള്ളൂ. അല്ലാതെ എന്ത് പറഞ്ഞും അതൊക്കെ വെറുതെ പറയാം, അതൊക്കെ വെറുതെ പറയാം. സുബ്ഹാനല്ലാഹ്. നമ്മളാണോ ഹിസാബ് ചെയ്യേണ്ട ആൾക്കാർ? നമ്മൾ വിചാരണ ചെയ്യാൻ ആരാ? നമ്മെ അല്ലാഹു തആല വിചാരണ ചെയ്താൽ എന്താ നമ്മുടെ അവസ്ഥ? അല്ലാഹു കണക്ക് വെച്ച് നമ്മൾ ഹിസാബ് ചെയ്താൽ ഒരാൾക്ക് പോലും ഹിസാബിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നമ്മൾ മനുഷ്യനെ വിചാരണ ചെയ്യല്ലേ? നമ്മൾ നമ്മുടെ ഭാര്യയെ സംബന്ധിച്ച്, നമ്മുടെ കൂട്ടുകാരെ സംബന്ധിച്ച് നമ്മൾ വിചാരണ ചെയ്യാ. നമ്മൾ ആരാധന ചെയ്യാൻ? നമ്മുടെ ബറാഅത്ത് എത്രയുണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ? നമ്മൾ തരക്കേടില്ല, അല്ലാഹുവിന്റെ മലക്കുകളെ പോലെ, അല്ലാഹുവിന്റെ മാലാഖമാരെ പോലെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പുറത്തു കൊടുക്കണ്ടേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കൂല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്തു എന്ന് പറഞ്ഞു കേൾക്കാനാണ്. ആയിഷ ബീവി പറഞ്ഞു, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹുവിനറിയാം, പക്ഷേ ഞാനത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. വലഇൻ ഇഅ്തറഫ്തു ബിഅംരിൻ, പിന്നെ ഞാൻ ആ വിഷയം സമ്മതിച്ചു എന്നിരിക്കട്ടെ, വല്ലാഹു യഅലമു അന്നി ബരീഅ, ഞാൻ നിരപരാധിയാണെന്ന് എന്റെ റബ്ബിനറിയാം, അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ലതുസദ്ദിഖുന്നനി, നിങ്ങൾ എല്ലാവരും എന്നെ വിശ്വസിക്കുകയും ചെയ്യും. ഞാനത് സമ്മതിച്ചു വിചാരിക്കട്ടെ, അങ്ങനെയല്ല പോലീസുകാരെ കുറെ അടി കിട്ടുമ്പോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഞാനങ്ങനെ സമ്മതിച്ചു എന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ അല്ല, ശരിയാ, ഇപ്പൊ പറഞ്ഞതാ ശരി, നേരത്തെ പറഞ്ഞതാണ് ശരി, അത് കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഷബീബ് റളിയല്ലാഹു അൻഹു ഖുർആൻ പറഞ്ഞു. ആദ്യം പറഞ്ഞു എനിക്ക് ഖുർആനൊന്നും വല്ലാതെ ഹിഫ്ദില്ല, പക്ഷെ അവർക്ക് ഹിഫ്ദുണ്ട്. ഷബീബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ ഒരു വാക്കാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന കുഞ്ഞുമോനെ യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മുതിർന്ന മക്കൾ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ എറിഞ്ഞപ്പോ അവര് പറഞ്ഞു വന്നു, വൈകുന്നേരത്ത് കരഞ്ഞു വന്നിട്ട് പറഞ്ഞു, വാപ്പാ ചെന്നായ തിന്നല്ലോ യൂസുഫ് നബിയെ, യൂസുഫിനെ ചെന്നായ തിന്നല്ലോ അപ്പാ, ഞങ്ങൾ നിരപരാധികളെ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ചെന്നായ തിന്നുപോയല്ലോ. യാക്കൂബ് നബിക്കറിയാം
ചെന്നായ തിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന്റെ വസ്ത്രം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വസ്ത്രം പിഞ്ഞി പറഞ്ഞിരിക്കും, ഒരു കടിപിടിയുടെ ഒരു കുഴപ്പം ആ ഡ്രസ്സിനില്ല, അതിലൊരു ആടിന്റെ ചോരയുണ്ട്. ചെന്നായ പിടിച്ച അങ്ങനെയാണോ? യാക്കൂബ് നബിക്കറിയാം മക്കളി പറയുന്നു നുണയാണെന്ന്. യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടെ തിരുത്തി കൊടുക്കാൻ പോയില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഫസ്വബുറുൻ ജമീൽ, ഫസ്വബുറുൻ ജമീൽ, മനോഹരമായ ഒരു ക്ഷമ, ഞാനിവിടെ ക്ഷമിക്കുകയാണ്. ഒരു ക്ഷമ എന്നല്ല, the beautiful patience, ഇങ്ങനെയൊക്കെ പറയാം. മനോഹരമായ സുന്ദരമായ ഒരു ക്ഷമ ഞാൻ ക്ഷമിക്കുകയാണ്. അത് സാധാ ക്ഷമയല്ല, നല്ല ഭംഗിയുള്ള ഒരു ക്ഷമയാണ്, അങ്ങേയറ്റത്തെ ക്ഷമ എന്നർത്ഥം. എന്നിട്ട് യാക്കൂബ് നബി പറഞ്ഞു വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, നിങ്ങൾ പറയുന്നതിൽ ഹക്കും ബാത്തിലും അല്ലാഹു തആല, അല്ലാഹുവിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന വിഷയം അല്ലാഹുവിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്, ഞാൻ ക്ഷമിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കൂല, അതാണ് ശരി. പക്ഷേ ഞാൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ പോലെ ക്ഷമിക്കാം. പെണ്ണുങ്ങളും ക്ഷമിക്കണം, ആണുങ്ങളും ക്ഷമിക്കണം. ഫസബറുൻ ജമീൽ, ഞാൻ അങ്ങേയറ്റത്തെ ക്ഷമിക്കുകയാണെന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഇതങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു കിടക്കന്നെയാണ്. ഞാൻ എന്റെ വിരിപ്പിൽ അങ്ങനെ കിടക്കുകയാണ്. എനിക്കറിയാം അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലാഹുക്കറിയാം ഞാൻ നിരപരാധിയാണെന്ന്. ആ നിരപരാധിത്വം അല്ലാഹു തെളിയിക്കുമെന്നും എനിക്കറിയാം. പക്ഷേ എന്റെ വിഷയത്തിൽ ഖിയാമത്ത് നാൾ വരെ ആളുകൾക്ക് ഓതിക്കൊണ്ടുപോകാൻ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അത്രക്ക് വലിയ ഗൗരവമൊന്നും അല്ലല്ലോ എന്റെ വിഷയം. ഞാൻ കരുതിയത് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു ഒരു സ്വപ്ന ദർശനം കൊടുക്കും, സ്വപ്ന ദർശനത്തിൽ അല്ലാഹു അറിയിച്ചു കൊടുക്കും ആയിഷ ബീവി നിരപരാധിയാണെന്ന്. ഇത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. എന്റെ വിഷയത്തിൽ ആയത്തിറങ്ങുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിലേ വിചാരിച്ചിട്ടില്ല. കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ വിഷയം അങ്ങനെ ഒരു വലിയ വിഷയം അല്ലല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് വീട്ടിലിരിക്കുന്ന സമയം തങ്ങൾ എഴുന്നേറ്റിട്ടില്ല, ആരും എഴുന്നേറ്റ് പോയിട്ടില്ല. ഉമ്മയുണ്ട്, സിദ്ദീഖ് എന്നവരുണ്ട്, അൻസ്വാരിയത്തായ പെണ്ണുണ്ട്, അല്ലാഹുവിന്റെ റസൂലുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ കടക്കുന്നു. ഇവരൊക്കെ വീട്ടിലുണ്ടായിരിക്കെ ഹബീബിന്റെ വഹി വരുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. വഹി വരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു ഫഅഖദഹു മാ കാന യഅഖുദുഹു മിനൽ ബർഹാഇ ഇൻദൽ വഹി. അല്ലാഹു തആല ഇന്നാ സനുനസ്സിലു അലൈക ഖൗലൻ സഖീലാ, ഏറ്റവും ഭാരമേറിയ വചനങ്ങളാണ് നബിയെ അങ്ങേക്ക് നാം ഇറക്കി തരുന്നത്. ഖുർആൻ ഇറങ്ങുമ്പോൾ ആ ഭാരം നബി തങ്ങൾക്ക് അറിയുമായിരുന്നു. മനസ്സിലാക്കിയിട്ടുണ്ട്. ഒട്ടകപ്പുറത്തൊക്കെ നബി തങ്ങൾ ഇരിക്കുന്ന നേരത്താണ് ഖുർആൻ അവതരിക്കുന്നതെങ്കിൽ അവതരിക്കുന്ന ഖുർആനിന്റെ ഭാരം കൊണ്ട് നിൽക്കുന്ന ഒട്ടകം അങ്ങ് മുട്ടുകുത്തി പോകുമായിരുന്നു. സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അതിശൈത്യമുള്ള നേരത്ത്, തണുത്ത് വറക്കുന്ന നേരത്ത് ഹബീബിന്റെ വഹി വന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയട്ടെ, ലയതഹദ്ദറു മിൻഹു മിസ്ലുൽ ജുമാനി മിനൽ അറഖ്, മുത്തുകളെ പോലെയുള്ള വിയർപ്പ് തുള്ളി ഹബീബിന്റെ നെറ്റിയിൽ നിന്ന് ഉച്ചി വീഴുമായിരുന്നു. അതിശൈത്യമുള്ള സമയത്ത് വഹയിന്റെ ഭാരം ഞങ്ങൾ നബി തങ്ങളുടെ മുഖത്ത് കണ്ടു തുടങ്ങി. അങ്ങനെ നബി തങ്ങൾക്ക് വഹി അങ്ങ് പോയി കഴിഞ്ഞതിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് എഴുന്നേറ്റ് തങ്ങൾ ചിരിക്കുകയാണ്. മനസ്സിലായി, എന്തോ ഒരു ഗുഡ് ന്യൂസ് വരാനുണ്ട്. തങ്ങൾ ചിരിക്കുന്നു. فكان أول كلمة تكلم بها أن قال, വഹി വന്നു കഴിഞ്ഞതിന്റെ ശേഷം ആദ്യമായി ഹബീബ് പറഞ്ഞ വാക്ക് അബ്ശിരി യാ ആയിഷ, ആയിഷ നിങ്ങൾ സന്തോഷിച്ചോളൂ. അല്ലാഹു അസ്സ വജല്ല ഫഖദ് ബറഅകി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾ നിരപരാധിയാണെന്ന് അല്ലാഹു നിങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ചിരിക്കുകയാണ്. ഖാലത്ത്, അശ്ബി പറയാണ്, എന്നോട് എന്റെ ഉമ്മ പറഞ്ഞു, ഫഖാലത്ലി ഉമ്മി, ഉമ്മ പറഞ്ഞു ഭൂമിയിലെ കിടക്കല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നടന്ന് ചെല്ല്. ആയിഷ ബീവിയോട് പറഞ്ഞു, മോളെ ചെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട്
നബി തങ്ങൾ പറയല്ലേ, മോളെ നീ നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, അള്ളാഹു നിന്റെ നിരപരാധിത്വം ഇറക്കി തന്നിരിക്കുകയാണ്, സന്തോഷിച്ചോളൂ മോളെ ആയിഷ, സന്തോഷിച്ചോളൂ തങ്ങൾ പറഞ്ഞു. അപ്പൊ പറഞ്ഞു മോളെ, ഉമ്മ പറഞ്ഞു മോളെ എഴുന്നേൽക്ക്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ചെല്ല്, അവരുടെ പുതിയാപ്പിളുടെ അടുത്തേക്ക് ചെല്ല്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പെണ്ണല്ലേ, പെണ്ണുങ്ങളുടെ സ്വാഭാവികമായ ആ ഒരു ഹമിയത്തൊക്കെ അവർക്ക് ഉണ്ടാവില്ലേ? ആയിഷ ബീവി റളിയല്ലാഹു വല്ലാഹി ലാ അഖൂമു ഇലൈ, ഞാൻ പോവില്ല, വലാ അഹ്മദു ഇല്ലല്ലാഹ്, ഞാൻ അല്ലാഹുവിനെയാണ് ഇവിടെ സ്തുതിക്കുന്നത്, അല്ലാഹുവിനെയാണ് ഞാൻ അല്ലാഹുവാണ് എന്റെ നിരപരാധിത്വം തെളിയിച്ചത്. മറ്റാരും അങ്ങനെ ഒരു വിഷയത്തിൽ മുന്നിട്ടിറങ്ങി പറഞ്ഞില്ലല്ലോ. എന്റെ നിരപരാധിത്വം അല്ലാഹുവല്ലേ തെളിയിച്ചത്, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതി. നോക്കണം, ഈമാനാണ് ഈ പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ, ഒരു ടീനേജറായ ഒരു പെൺകുട്ടിയുടെ അല്ലാഹുവിലുള്ള ഈമാൻ. ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ അല്ലാഹുവുമായി ഈ വിഷയത്തെ ബന്ധിപ്പിക്കുന്നത് നോക്കണം. ഇത് നമുക്ക് പാഠമല്ലേ? എന്റെ വിഷയം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് ഉറപ്പിച്ചു വെച്ച മഹദിയാണ്. എന്നിട്ട് മഹദി റളിയല്ലാഹു അൻഹു അല്ലാഹു അസ്സ വജല്ല, അല്ലാഹുവാണ് അൻസല ബറാഅതി, എന്റെ നിരപരാധിത്വം ഇറക്കി തന്നത്. അങ്ങനെ അല്ലാഹു തആല ഇറക്കിയ ആയത്തുകളാണ് സൂറത്തുൽ മുഅ്മിനൂനിലെ 11ാമത്തെ ആയത്ത് മുതൽ തുടങ്ങി 22ാമത്തെ ആയത്ത് വരെ കിടക്കുന്ന ആയത്തുകൾ മുഴുവനും ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം അല്ലാഹു തെളിയിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ഫിദ്ദുനിയാ വൽ ആഖിറ ലമസ്സകും ഫീമാ അഫൽതും ഫീഹി അദാബുൻ അളീം. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും നിങ്ങൾക്ക് ലഭിക്കില്ലായിരുന്നുവെങ്കിൽ ലമസ്സകും, നിങ്ങൾക്കൊന്നാകെ ഫീമാ അഫൽതും ഫീഹി, നിങ്ങൾ ഇടപെട്ടിരിക്കുന്ന ഈ വിഷയത്തിൽ അദാബുൻ അളീം, കഠിനമായ ശിക്ഷ നിങ്ങൾക്ക് ദുനിയാവിലെ അല്ലാഹു നൽകുമായിരുന്നു. പക്ഷേ അല്ലാഹു റഹ്മാനാണ്. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ടാണ് അവന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ബന്ധപ്പെടുത്തിയും ഹബീബിന്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടും നിങ്ങൾ പറഞ്ഞതിന് നേർക്കുനേരെ ശിക്ഷ ഇറങ്ങാതിരിക്കുന്നത് അല്ലാഹുവിന്റെ കാരുണ്യമാണെന്ന് മനസ്സിലാക്കണം. ഇത് തലഖൗനഹു ബിഅൽസിനതികും, ആ വാക്കുകൾ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ഏറ്റെടുത്തില്ലേ? വതഖൂലൂന ബിഅഫ്വാഹികും, നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ? മാ ലൈസ ലകും ബിഹി ഇൽമ, വ്യക്തമായ യാഥാർത്ഥ്യ ബോധം എന്താണ് ആ വിഷയമെന്ന് അറിയാതെ നിങ്ങൾ പറഞ്ഞു പോയില്ലേ? അല്ലാഹു പറയാ, എങ്ങനെയാ ഇൽമില്ലാത്തത് പറയാ? ഇൽമില്ലാത്തത് എങ്ങനെ പറയും? വതഹ്സബൂനഹു ഹയ്യിനാ, ഇത് വളരെ ലാഘവമാണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഇതൊക്കെ നിസ്സാരമാണെന്നല്ലേ വിചാരിക്കുന്നത്? എന്നാൽ കേൾക്കണോ, വഹുവ ഇൻദല്ലാഹി അദീം, ഇത് അല്ലാഹുവിന്റെ അടുത്ത് വളരെ ഗൗരവമുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുക അതിപ്പോ ഇങ്ങനെ പറഞ്ഞു എന്ത് സംഭവിക്കാനാണെന്ന്. ഇത് അല്ലാഹുവിന്റെ അടുത്ത് ഗൗരവമുള്ളതാണ്. ലൗലാ വലൗലാ ഇദ സമിഅതുമൂഹു ഖുൽതും, അങ്ങനെ ഒരു സംഭവം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പറയേണ്ടിയിരുന്നത് ഇതായിരുന്നില്ലേ? ഇങ്ങനെയല്ലേ പറയേണ്ടത്? എന്ത്? മായകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ, ഇത് നമ്മൾക്ക് പറയാൻ പാടില്ലാത്തതാണ്. അച്ചോനെ, ഇത് പറയാൻ പാടില്ലല്ലോ. സുബ്ഹാനക, അല്ലാഹുവേ നിന്റെ പരിശുദ്ധി, പരിശുദ്ധനായ നീ, പരിശുദ്ധിയുള്ള ഹബീബിന് എങ്ങനെയാണ് ശുദ്ധിയില്ലാത്തൊരു ഭാര്യയെ കൊടുക്കുക? അതുണ്ടാവൂലല്ലോ. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞത് നുണയാണല്ലോ. ഹാദാ ബുഹ്താനുൻ അദീം, ഇത് തീർച്ചയായും വമ്പൻ നുണ തന്നെയാണെന്നല്ലേ നിങ്ങൾ പറയേണ്ടത്. അല്ലാഹു നിങ്ങൾക്ക് വഅദ് പറഞ്ഞു തരികയാണ്. വഅദ് എന്ന് പറയുമ്പോ അങ്ങനെ പറഞ്ഞിങ്ങനെ ആവർത്തിക്കുമല്ലോ. അപ്പോ പറയരുത്, എന്തെങ്കിലും പറഞ്ഞത് ഇങ്ങനെയല്ലേ പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആവർത്തിക്കുകയാണ് ആയത്ത്. അല്ലാഹു നിങ്ങൾക്ക് വഅദ് പറഞ്ഞു തരുന്നതാണ്, നിങ്ങളെ ഉപദേശിക്കുകയാണ്. എന്ത്? അൻ തഊദൂ ലിമിസ്ലിഹി അബദാ, ഇങ്ങനത്തെ ഒരു വിഷയം ഇനി ഒരിക്കലും മുസ്ലിം ഉമ്മത്തിൽ നടക്കാൻ പാടില്ല. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ ഇത് നടക്കാനേ പാടില്ല എന്ന് അല്ലാഹു നിങ്ങൾക്ക് വഅദ് പറഞ്ഞു
പറഞ്ഞു തരികയാണ്, അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ് മുഅ്മിനീങ്ങളെ. അല്ലാഹു തആല വയുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, അല്ലാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരികയാണ്. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു എല്ലാം അറിവുള്ളവനാണ്, അല്ലാഹു തന്ത്രജ്ഞാനിയാണ്, അല്ലാഹു ഹിക്മത്തുള്ള ആളാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ 3 പേർ, സ്വഹാബികളിൽ 3 പേർ, മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് മിസ്തഹ് ഇബ്നു ഉസാഖ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഹബീബ നബി തങ്ങളുടെ ഭാര്യയായിരുന്ന സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ പെങ്ങൾ ഹംന ബീവി. ഇവരൊക്കെ മുനാഫിക്കുകൾ പറഞ്ഞു പരത്തിയത്, അങ്ങനെ പറഞ്ഞു വെച്ചത് വാക്കിനാൽ നാവിലൂടെ പറഞ്ഞു പോയവരാണ്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞു പോയി, അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്നിട്ട് അത്രയേ ഉള്ളൂ. അതിന്റെ പേരിൽ എല്ലാവർക്കും ഖദ്ഫിന്റെ ശിക്ഷ കൊടുത്തു. 80 അടി വീതം അടിക്കപ്പെട്ടു ഈ സ്വഹാബികളിൽപ്പെട്ട ആളുകൾ. ഈ 3 പേർ മറ്റു മുനാഫിക്കുകളായ ആളുകൾക്കും ഇസ്ലാമിന്റെ ശിക്ഷ, ഖദ്ഫിന്റെ ശിക്ഷ. ഇത് വ്യഭിചാര ആരോപണമാണ്, അതിനൊരു തെളിവുമില്ല. ആരും അത് തെളിയിക്കാൻ 4 സാക്ഷികൾ വേണം. മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ഈ സാക്ഷികൾ പറയേണ്ടത് എന്ന്. സാക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ സാക്ഷിയാണ്, ഞാൻ സാക്ഷിയാണെന്ന് വക്കീലിന്റെ മുമ്പിൽ ഒപ്പിട്ട് കൊടുക്കുന്ന പരിപാടിയല്ല ഈ സാക്ഷിത്വം എന്ന് പറയുന്നത്. ഈ സാക്ഷിത്വം എന്നാൽ എന്താണോ വ്യഭിചാരം എന്നത് പച്ചയായിട്ട് ഞങ്ങൾ കണ്ടു എന്ന് പറയണം. മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കറിയാം വ്യഭിചാരത്തിന് സാക്ഷി പറയേണ്ടത് അങ്ങനെയാണ്. എന്താണ് വ്യഭിചാരം എന്നത് പച്ചയിൽ ഞാൻ കൂടെ കിടക്കുന്ന കണ്ടു എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. അവരൊരുമിച്ച് ഒരു ഹോട്ടൽ റൂം എടുത്തു, ഇതൊക്കെ പറഞ്ഞാൽ ആ പറഞ്ഞത് 400 ആളാണെങ്കിലും 4000 ആണെങ്കിലും ആ 4000 പേർക്കും ഖദ്ഫിന്റെ ശിക്ഷ വരും. എന്താ പറയേണ്ടത്? ഇങ്ങനെ പച്ചയിൽ എന്താണ് വ്യഭിചാരം അത് കണ്ടു. അത് 3 ആളെ കണ്ടിട്ടുള്ളൂ, മിണ്ടരുത് 3 ആളും. 4ാമത്തെ ഒരാൾ അതിന് സാക്ഷിയില്ലെങ്കിൽ ഇത് പറയല്ലേ. എന്തുകൊണ്ടാണ് ശരീഅത്തുൽ ഇസ്ലാം ഇത് പറയുന്നത്? അത് നമുക്കൊരു പാഠമാണ്. കലിമത്തുൽ ഫഹ്ഷ്, ആലിമീങ്ങൾ പറയാൻ, തിന്മയെ സംബന്ധിച്ച് പറയപ്പെടുക എന്നത് സമൂഹത്തിൽ തിന്മയുണ്ടാകും. സമൂഹത്തിൽ തിന്മയെ കുറിച്ചുള്ള ചർച്ച സമൂഹത്തിൽ തിന്മയിലേക്കുള്ള ഒരു ടെൻഡൻസി വർദ്ധിപ്പിക്കും. ഈ വ്യഭിചാരം നമ്മുടെ നാട്ടിലൊക്കെ പത്രങ്ങളൊക്കെ വലിയ ആഘോഷമാണ്. ഈ ബലാത്സംഗങ്ങളും അങ്ങനത്തെ റേപ്പ് കേസുകളൊക്കെ വരുമ്പോൾ ഭയങ്കര കവർ സ്റ്റോറികൾ. എനിക്ക് ഏറ്റവും വലിയ എന്റെ പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ചാനലുകാർ ഏതെങ്കിലും ഒരു വിഷയം, ഒരു കൊലപാതകമോ വ്യഭിചാരമോ എന്തെങ്കിലും നടന്നാൽ അവരായിട്ടൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറി ഉണ്ടാക്കി ക്രൈം എങ്ങനെ നടന്നു എന്ന് അറിയാത്ത ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ഇത് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സംസ്കാരം. എന്നിട്ട് ദിവസങ്ങളായും ആഴ്ചകളായും ആളുകളെ കൊണ്ട് അഭിനയിപ്പിച്ച് ഡെമോ ചെയ്യിപ്പിച്ചിട്ട് സമൂഹത്തിലേക്ക് ഫ്ലാഷ് ആക്കി കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് അവൻ ഇവിടെ പോയി, ഇവിടെ നിന്ന് ആയുധമെടുത്തു, അവിടെ ചാടി, ഇവിടെ മുങ്ങി, ഇവിടെ പൊന്തി. എന്തിനാണിത് പറയേണ്ട ആവശ്യം? അത് കോടതികൾ കൈകാര്യം ചെയ്യട്ടെ. ഈ സംസ്കാരം കൊണ്ട് എന്താ ഉണ്ടാവുക? എന്താ ഇതുകൊണ്ട് ഉണ്ടാകുന്ന മെച്ചം? ശരീഅത്തുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നോക്കണം. എന്താ ഇതൊക്കെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്? തിന്മയെ സംബന്ധിച്ചുള്ള ചർച്ച പോലും തിന്മയെ ലാഘവത്തോടെ കാണാൻ സഹായിക്കുമെന്നാണ്. അങ്ങനെ പറഞ്ഞ് അതൊരു സംഭവമല്ലാത്തൊരു രീതിയിലേക്ക് മാറിയാൽ ഇതൊന്നും വലിയ വിഷയമായിട്ട് മാറൂല. അങ്ങനെയാണല്ലോ ഇപ്പൊ കൊലപാതകം. ഒരാൾ ഒരു മനുഷ്യനെ കൊന്നാൽ അതിന് പകരം തിരിച്ചു കൊല്ലുമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതാണ് ഖിസാസിന്റെ നിയമം. അതാണ് മനഃപൂർവ്വം ഒരാളെ കൊന്നാൽ അതിന്റെ പകരം ഘാതകൻ കൊല്ലപ്പെടും. അതൊന്നും വലിയ സംഭവമായിട്ട് വരില്ല. കാരണം കൊലപാതകം ചെയ്തത് ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തതാണ്. ആ ജീവനോളം വിലയുണ്ട്. ഈ ഘാതകന്റെ ജീവനും ഇവന്റെ ജീവനും പോകും. അല്ലാഹുവിന്റെ നിയമമാണ്. അങ്ങനെ വന്നാൽ ആരെങ്കിലും കൊല ചെയ്യാൻ മുതിരോ? ആരെങ്കിലും കൊല ചെയ്യാൻ വരുമോ? വ്യഭിചാരത്തിന്റെ ശിക്ഷ ഇതാ ആരെങ്കിലും ആ പണിക്കൊരുങ്ങുമോ? ഇന്ന് ആകെ കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിക്കുന്നത് എയ്ഡ്സ് എന്ന മഹാമാരിയെ ലോകത്തിന് ഇല്ലാതാക്കാനാ. എന്താ ചെയ്യുന്നത്? വേൾഡ് ആരോഗ്യ സംഘടനകളൊക്കെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് 5 സ്റ്റാർ ഹോട്ടലുകളിലും 7 സ്റ്റാറിലും മീറ്റിംഗ് കൂടി ചായ കുടിച്ച് പിരിയ. എന്നിട്ടൊരു ഉപദേശം ലോകർക്ക്. എന്താ ഉപദേശം? പരസ്ത്രീ ബന്ധം കുഴപ്പമില്ല, നിങ്ങൾ അതിന്റെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾ ഉപയോഗിച്ചാൽ മതി. അസ്തഗ്ഫിറുല്ലാഹ്. ഇത് പറയാനാണോ ഈ കോടിക്കണക്കിന് ചെലവഴിക്കേണ്ടത്? എന്നിട്ട് നമ്മുടെ നാടുകളിലെ ചുമരുകളിൽ രേഖപ്പെടുത്തുകയാണ്. എന്താ? ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക്. എവിടെയാണ് ഇസ്ലാമിന്റെ സംസ്കാരം? എവിടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന സംസ്കാരം? ഇവിടെയാണ് നഷ്ടപ്പെട്ടു പോയ ലിങ്ക് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത്. അല്ലാഹു പറയുന്നത് ഈ തിന്മകൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടല്ലേ.
ഇത് നിങ്ങൾ ആഘോഷിക്കാനുള്ളതല്ല. അങ്ങനെ ഒരു ശിക്ഷ നടപ്പാക്കുമ്പോ വല്യശ്ഹദ അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ ആളുകൾ സാക്ഷി നിൽക്കുകയാണ്. വ്യഭിചാരത്തിന്റെ ശിക്ഷ നടപ്പാക്കേണ്ടത് അല്ലാഹു പറഞ്ഞില്ലേ? വ്യഭിചാരം ചെയ്ത ആൾ സ്ത്രീയും പുരുഷനും വിവാഹിതരാണെങ്കിൽ ജീവൻ പോകുന്നതുവരെ എറിയണം എന്ന അല്ലാഹുവിന്റെ നിയമമാണ്. അതൊക്കെ കടുത്തുപോയി എന്ന് പറയുന്ന മനുഷ്യനിന്ന് വ്യഭിചാരം കൊണ്ടുണ്ടായിട്ടുള്ള കെടുതികൾ തടുക്കവയ്യാതെ മനുഷ്യൻ